കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് Volkswagen പോളോ GT TSI 1.2 വന്നേക്കണേ. ഓട്ടോമാറ്റിക് ആണ്, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 2014 മോഡൽ വന്നേക്കണം. 2014 മോഡൽ വണ്ടി പെട്രോൾ ഓപ്ഷൻ വാഹനം KL7 ആണ് രജിസ്ട്രേഷൻ വന്നത്. കിലോമീറ്റർ കുറവാണ്. ഇതിൻ്റെ ഗിയർ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ കുറവാണ്. അപ്പോൾ കിലോമീറ്റർ എത്രയാണ് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. പിന്നെ ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ്, ലൈഫ് ടാക്സ് ഒക്കെ വന്നേക്കുന്ന വാഹനം. അത് മാത്രമല്ല ഇതിൻ്റെ എന്താ പറയുക, CC നോക്കിയാൽ 1197, രജിസ്ട്രേഷൻ എക്സ്പയർ 25/5/2029 രജിസ്ട്രേഷൻ എക്സ്പയറും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഓക്കെ, നമുക്ക് ഇനി ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്നത് Volkswagen പോളോ GT ആണ്. GT എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പെർഫോമൻസ് വാഹനമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഒരുപാട് GT പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പല GTക്കും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ കുറച്ച് കൂടുതലായിരുന്നു. ഇതിൻ്റെ ഇയറൊക്കെ വെച്ച് നോക്കുമ്പോൾ 1 lakh റേഞ്ചിലൊക്കെ ഓടിയിട്ടുണ്ടായി ഉണ്ട്. അതിനെന്തെങ്കിലും കുറഞ്ഞ കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ട്. അങ്ങനത്തെ വണ്ടികൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു 60,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഈ വാഹനം. അതേപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. പിന്നെ നല്ല ഭംഗിയാണ് വാഹനം കാണാനായിട്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പെട്രോൾ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ് പോളോ GT TSI. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടുമ്പോൾ ശ്രദ്ധിക്കാം. ഇത് അധികം ഒരു പൊടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് എങ്ങും കിട്ടില്ല. അതേപോലെ തന്നെ കാര്യമായിട്ടുള്ള പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ എടുത്തു വേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പിലൊക്കെ ഗ്ലോസി ബ്ലാക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായി ഇതിന് ഇടുന്നത് ഈ വാഹനം. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് പോയേക്കാം. വീൽ ആർച്ച് നോക്കാം. വീൽ ആർച്ച് ഉണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നീറ്റായിട്ട് ഇരിക്കുന്ന വാഹനം. ടയർ കണ്ടീഷൻ നോക്കാം, ഗ്രിപ്പ് നോക്കാം ഉണ്ടോ. അതേപോലെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല ക്വാളിറ്റി ബോണറ്റാണ്. ഒരു ടെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഹെഡ് ലാംപ്സ്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിൽ ഫോഗ് ലാംപ്സൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ഇവിടെയും നോക്കാം. ലാമ്പൊക്കെ ഓക്കെയാണ്. അതേപോലെ ഫോഗ് ലാമ്പും ഓക്കെ ആയിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ വീൽ ആർച്ച് നോക്കാം. ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടയർ കണ്ടീഷൻ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ കാണാം. 2 ഡോർ നോക്കാം. 2 ഡോറും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന 2 ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഇവിടെയും ഒരു ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ട് റൂഫ് നല്ല ഭംഗിയുണ്ടാണ്. GT TSIയുടെ ബാഡ്ജിങ് കാണാം. അതേപോലെ ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ ഡീഫോഗറും കാര്യങ്ങളൊക്കെ കാണാം. സ്പോയിലേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ താഴെ TSIയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ബമ്പേഴ്സ് ഓക്കെയാണ്. നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അതേപോലെ ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ എന്താണ് അവസ്ഥ നോക്കാം. 2 ഡോറും ഓക്കെയാണ്. നീറ്റായിട്ട് നിൽക്കുന്ന 2 ഡോർസ് നമുക്കിവിടെ കാണാം. പൊടിക്കോലും സ്ക്രാച്ച് കിട്ടുന്നില്ല. ഇനി ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ആ ഒരു 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് പരിചയപ്പെടുമ്പോൾ കമ്പനി സീറ്റ്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പൊടിക്കോലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒരു ഭാഗത്തും കിട്ടുന്നില്ല. ഫൈബറിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ സീറ്റൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. ഇനി ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്, നമ്മൾ ഫോക്സ്വാഗൻ്റെയും സ്കോഡയുടെ കാണുന്ന ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് നമുക്ക് കാണാം. ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. 60,000+ ആണ് ഈ വാഹനം കിലോമീറ്റർ ഇപ്പോൾ ഓടിയേക്കണേ. സോണിയുടെ മ്യൂസിക് സിസ്റ്റം കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DSG ഗിയർ ബോക്സാണ് വന്നേക്കണേ. അതിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്ലോർ നോക്കാം. ഫ്ലോർ ആയാലും പക്ക നീറ്റായിട്ടിരിക്കുന്ന ഫ്ലോർ നമുക്കിവിടെ കാണാം. ഡോർ പാഡ്സ് ഓക്കെയാണ്. നീറ്റായിട്ട് ഇരിക്കുന്നു കണ്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു പാഡാണത്. അതേപോലെ പാസഞ്ചർ സൈഡ് നോക്കാം. പാസഞ്ചർ സൈഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന പാസഞ്ചർ സൈഡ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഒരു വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് എന്താണ് അവസ്ഥ നോക്കിക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോറിൽ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. സീറ്റ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ഇവിടെ ന്യായമായിട്ടുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ റൂഫും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. എൻജിനിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. ഇപ്പോൾ DSG ഗിയർ ബോക്സിൽ വന്നേക്കണ PSI പെട്രോൾ എൻജിനാണത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് ആ ഒരു പുള്ളിങ് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതേപോലെ അതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് സ്ലോയിൽ തന്നെ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ. അതിലൂടെ നോക്കാം. ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത്. ഇതിൻ്റെ ലിഡും കൂടി ഒന്ന് കാണിച്ചേക്കാം. ലിഡിൽ എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഞാൻ റിയർ ഭാഗത്തേക്കൊന്ന് പോട്ടെ. ഇവിടെ നിന്ന് നമുക്ക് കീ വെച്ചിട്ടൊന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു പോളോ GT TSIയുടെ ആ ഒരു ബൂട്ട് സ്പേസ്. നീറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഗത്തും നീറ്റ്നെസ് ഉണ്ട്. പിന്നെ ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ബൂട്ടിലുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇതിൻ്റെ ടയർ നോക്കിയേക്കാം. ടയറൊക്കെ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സാണ്. നല്ല ഗ്രിപ്പ് എന്ന് പറയാനില്ല, നല്ല ഗ്രിപ്പ് കുറവാണ്. സ്പെയർ വിൻഡ് റൂം നീറ്റാണ്. അതുപോലെ എഡ്ജസ് നോക്കാം കേട്ടോ. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ച് ഉണ്ടെങ്കിൽ നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ലോവർ പാർട്ടിലേക്കൊന്ന് വായിക്കാം കേട്ടോ. നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു എഡ്ജസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പോളോ GT TSI 1.2 ഓട്ടോമാറ്റിക് കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി? നല്ല വണ്ടിയല്ലേ? കിലോമീറ്റർ ഒന്നും ഓടിയിട്ടുള്ള 68,000 അറൗണ്ടാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടും. അതുകൂടാതെ തന്നെ സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ വാഹനമാണ്. പെട്രോൾ ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. 1.2 TSI ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് അടങ്ങാം. റേറ്റിലേക്ക് അടങ്ങാൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു പോളോന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6,85,000 രൂപയാണ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറും നമ്മളത്തേക്ക് വിളിച്ചേക്കാം. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.